നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. ADGP അജിത് കുമാർ രണ്ടാം ശിവശങ്കരൻ എന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപര്യമുണ്ട്. മുഖ്യമന്ത്രി 5-അംഗ കള്ളക്കടത്തു സംഘത്തിന്റെ തലവനെന്നും ADGPക്കെതിരായ പരാതി CBI അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. അനങ്ങൻമലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ രാപ്പകൽ സത്യാഗ്രഹ സമരം. വരോട് 4-ാം മൈലിലെ ഡാർക്ക് സ്റ്റോൺ ക്വാറി അടച്ചുപൂട്ടണം. സമരസമിതിക്ക് നേതൃത്വം നൽകുന്നത് CPIM വരോട് അനങ്ങനടി ലോക്കൽ കമ്മിറ്റികൾ. അമ്പലപ്പാറയിൽ ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതവും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ NGO യൂണിയന്റെ മാർച്ചും ധർണയും. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും NGO. രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണെന്ന് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയെ നശിപ്പിക്കാൻ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് HMC യോഗത്തിൽ വിമർശനം. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികൾ വ്യാപകമെന്നും സൂപ്രണ്ടും സംഘവും സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുകയാണെന്നും ആക്ഷേപം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപര്യമുണ്ടെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ. ADGP അജിത് കുമാർ രണ്ടാം ശിവശങ്കരനാണെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ ആക്ഷേപിച്ചു. PV അൻവർ ഹരിശ്ചന്ദ്രനല്ലെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും പോലീസ് സേനയിലെ ഉന്നതർക്കെതിരെയും ഭരണപക്ഷ MLA ഉന്നയിച്ച പരാതികളിൽ CBI അന്വേഷണം വേണമെന്ന് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ശിവശങ്കരനെയും അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയെയും തെറ്റിദ്ധരിപ്പിച്ച അദൃശ്യശക്തിയെക്കുറിച്ച് അന്വേഷണം വേണം. CPI സംസ്ഥാന സെക്രട്ടറി ഇത്രയേറെ സംഭവം നടന്നിട്ടും മൗനം തുടരുകയാണ്. CPM ജില്ലാ സെക്രട്ടറിയുടെ തെറ്റ് സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ അന്വേഷണം. കേരളത്തിന്റെ കള്ളക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവൻ മുഖ്യമന്ത്രിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. 5-അംഗ സംഘത്തിന്റെ അവസാന കണ്ണിയാക്കി മുഖ്യമന്ത്രിയെ മാറ്റും. താൻ തന്നെ അന്വേഷിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ നയം മാറ്റണം. നയം മാറ്റിയില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്തകവിത്തായി പിണറായി വിജയൻ മാറുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കേരള മുഖ്യമന്ത്രി ഇന്നലെ വീട്ടിലെത്തി സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസുമായി ചർച്ച നടത്തിയതിന് ശേഷം ADGPക്കെതിരെ സ്ഥാനചലനം വേണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെൻറ്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെൻ്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നറിയാൻ കേരളത്തിലെ സമൂഹത്തിന് ആഗ്രഹമുണ്ട്. ഈ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ നിയന്ത്രണ ശക്തികളിൽ ഒരാളല്ലേ മിസ്റ്റർ PV അൻവർ? ഈ PV അൻവറിലൂടെയല്ലേ ADGPയുടെ ആസ്തിയെക്കുറിച്ചുള്ള വിവരം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത്? ശിവശങ്കരനെ പോലെ രണ്ടാം ശിവശങ്കരനാണ് ADGP അജിത് കുമാർ. അപ്പം ശിവശങ്കരനെ പോലെ അജിത് കുമാറിനെ എത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ, ശിവശങ്കരൻ കുറ്റക്കാരനാണ്, മാപ്പ് കൊടുക്കാൻ അർഹതയില്ലാത്ത ആളാണ്. അജിത് കുമാർ കുറ്റക്കാരനാണ്, മാപ്പർഹിക്കുന്ന ആളല്ല. എന്നാൽ ഇവരിൽ മാത്രം അന്വേഷണം ഒതുങ്ങിയാൽ മതിയോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ CBIയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
അനങ്ങൻമലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് CPM വരോട് അനങ്ങനടി ലോക്കൽ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്ന ജനകീയ സമരസമിതിയുടെ രാപ്പകൽ സമരം തുടങ്ങി. മലയുടെ സംരക്ഷണത്തിനായി വരോട് 4-ാം മൈലിലുള്ള ഡാർക്ക് സ്റ്റോൺ ക്വാറി അടച്ചുപൂട്ടണമെന്നാണ് സമിതിയുടെ മുഖ്യ ആവശ്യം. രാപ്പകൽ സത്യാഗ്രഹ സമരം CPIM ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിട്ടുള്ളത്. ഇത് ഒരു താൽക്കാലികമായിട്ട് നിർത്തിവെക്കേണ്ട ഒരു കാര്യമല്ല. സ്ഥിരമായി തന്നെ ഈ കോറി നിർത്തിവെക്കണമെന്നതാണ് CPM എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കാൻ കൂടിയാണ് ഈ രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഈ കോറി പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായി 120ഓളം വരുന്ന കുടുംബങ്ങൾ, അതിൽ വരുന്ന 600ഓളം വരുന്ന ആളുകൾ അവരുടെ ജീവനും സ്വത്തും അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് പാർട്ടി ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചു വരുന്നത്. അല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ഇപ്പോൾ അവിടെ കോൺഗ്രസ്, BJP, മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ എല്ലാം ഇപ്പോൾ ഈ കോറി വിഷയവുമായി ബന്ധപ്പെട്ട് സമരം നടത്തുന്നുണ്ട്. അങ്ങനെ അവർ നടത്തുന്ന സമരത്തിന് എന്താണ് ആത്മാർത്ഥത? ജനകീയ സമരസമിതി ചെയർമാൻ CP ശശി അധ്യക്ഷത വഹിച്ചു. കൺവീനർ IM സതീശൻ, CPM ഏരിയ കമ്മിറ്റി അംഗം C. അബ്ദുൽ ഖാദർ, വരോട് ലോക്കൽ സെക്രട്ടറി PC സോമൻ, അനങ്ങനടി ലോക്കൽ സെക്രട്ടറി NR രഞ്ജിത്ത്, കർഷക സംഘം ഏരിയ സെക്രട്ടറി P. ബാബു, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ, നഗരസഭാംഗങ്ങളായ K. അബ്ദുൽ നാസർ, T. ലത, T. സബിത, M. അക്ബർ അലി എന്നിവർ പ്രസംഗിച്ചു. രാപ്പകൽ സമരത്തിന്റെ സമാപന സമ്മേളനം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യും. അനങ്ങൻമലയെ സംരക്ഷിക്കുക, ഡാർക്ക് സ്റ്റോൺ ക്വാറി അടച്ചുപൂട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അമ്പലപ്പാറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണ നടത്തി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതവും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. MP ഫണ്ടിൽ നിന്നുള്ള ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് ഭരണപക്ഷം അട്ടിമറിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ യഥാസമയം വീടുകൾ നൽകുന്നില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നത്. കടമ്പൂരിലെ ഹോമിയോ ആശുപത്രി പ്രവർത്തിപ്പിക്കാത്തതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് ധർണ നടത്തിയത്. അമ്പലപ്പാറ സെൻട്രലിൽ നിന്ന് പ്രകടനമായാണ് സമരക്കാർ പഞ്ചായത്ത് ഓഫീസിലേക്ക് നീങ്ങിയത്. പഞ്ചായത്ത് ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടോ? ഇവിടുത്തെ ഗവൺമെന്റിന്റെ കാര്യങ്ങളിലേക്കൊന്നും കടന്നുപോകാൻ സമയമില്ലാത്ത കടന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ വളരെ ദുസ്സഹമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളവും ഇന്ത്യയും കടന്നു പോകുന്നത് ഈ കാലഘട്ടത്തിൽ എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് കേരളം കുത്തുവാളയെടുത്ത രീതിയിലൊക്കെയാണ്. 24,000 കോടി രൂപയാണ് കരാറുകാർക്ക് ഗവൺമെന്റ് കൊടുക്കാൻ ബാക്കി. 24,000 കോടി രൂപ. 19,000 കോടി രൂപയാണ് പെൻഷൻകാർക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും അവരുടെ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ സത്യൻ പെരുമ്പ്രക്കോട്, K. ശ്രീവത്സൻ, നിയോജകമണ്ഡലം UDF ചെയർമാൻ P. ഗിരീശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജ്, V. വാസുദേവൻ, P. സൂര്യനാരായണൻ, PS. രാധാകൃഷ്ണൻ, P. ദിവാകരൻ, പ്രിയദർശിനി, K. കബീർ, K. സുരേന്ദ്രനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണെന്ന് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂണിയൻ നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ.
ജീവനക്കാരുടെ അവകാശങ്ങൾ ഹനിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഏത് നിലപാടിനെതിരെയും NGO യൂണിയൻ സമരമുഖത്തുണ്ടാകുമെന്നും KP സുനിൽകുമാർ വ്യക്തമാക്കി. നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം ഈ പറയുന്ന തരത്തിലേക്ക് ജില്ലാ അധികാരികളുടെ മുമ്പിലേക്ക്, സംസ്ഥാന അധികാരികളുടെ മുമ്പിലേക്ക്, കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിലേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ തക്കവിധത്തിലേക്ക് മാറണം. ചിലപ്പോൾ മഴ പറ്റും, മഴ നന്നായി പെയ്യും, ചിലപ്പോൾ നന്നായി വെയിലടിക്കും. ഈ വെയിലും മഴയും ഒക്കെ കൊണ്ടുകൊണ്ടാണ്, അതൊക്കെ ഏറ്റുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിലേക്ക് കേരളത്തിലെ സിവിൽ സർവീസിനകത്തേക്ക് പ്രവർത്തിക്കുവാൻ, ആർജവമുള്ള ജീവനക്കാരായി മാറുവാൻ, ആ തരത്തിലേക്ക് രൂപമാറ്റം വരുത്തുവാൻ നമ്മുടെ പൂർവികന്മാർ, പൂർവ്വസൂരികളായിട്ടുള്ള നേതാക്കന്മാർ, പ്രവർത്തകർ അത്തരത്തിലേക്ക് പോരാട്ടം നടത്തിയതിന്റെ ഭാഗമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനുള്ള നടപടി വേഗത്തിലാക്കുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. ജില്ലാ വൈസ് പ്രസിഡന്റ് G. ജിഷ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. സന്തോഷ് കുമാർ, B. രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NGO യൂണിയൻ ഒറ്റപ്പാലത്ത് മാർച്ചും ധർണയും നടത്തി. യൂണിയൻ ഒറ്റപ്പാലം പട്ടാമ്പി ഏരിയ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം T. ഷാജി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, കേരള സർക്കാരിൻ്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, PFRDA നിയമം പിൻവലിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ അനുവദിക്കുക, ജനപക്ഷ സിവിൽ സർവീസ് യാഥാർത്ഥ്യമാക്കാൻ അണിനിരക്കുക, വർഗീയതയെ ചെറുക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NGO യൂണിയൻ ഒറ്റപ്പാലം പട്ടാമ്പി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി ഒറ്റപ്പാലത്ത് മാർച്ചും ധർണയും നടത്തിയത്. ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്റർ പരിസരത്തു നിന്നാണ് കേരള ബാങ്കിലേക്ക് മാർച്ച് ആരംഭിച്ചത്. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, മാർച്ചിന് ശേഷം നടന്ന ധർണ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം T. ഷാജി ഉദ്ഘാടനം ചെയ്തു. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഒരു പുത്തനാശയമാണല്ലോ ജനാധിപത്യം, അല്ലേ? മറ്റൊരാശയമാണല്ലോ മതേതരത്വം, നിരപേക്ഷത, ഫെഡറലിസം, അല്ലേ? ഇത്തരം പുത്തനാശയങ്ങളോട് നീതി പുലർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ജനാധിപത്യത്തിൻ്റെ അവസ്ഥ എന്താ? ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് പറയപ്പെടുന്ന പാർലമെൻറ്റ്, ആ പാർലമെൻറ്റിൽ കഴിഞ്ഞ 10 വർഷക്കാലം മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 2014 ശേഷമുള്ള കാലഘട്ടം നമുക്കൊന്ന് ഓർത്തെടുക്കണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V. മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ M. പ്രസാദ് സ്വാഗതവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C. ശിവദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയെ നശിപ്പിക്കാൻ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടേഷൻ പണി ഏറ്റെടുത്തിരിക്കുകയാണെന്ന് HMC യോഗത്തിൽ രൂക്ഷ വിമർശനം. നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിൽ വിമർശനത്തിന് തുടക്കമിട്ടത്. താലൂക്ക് ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും ചികിത്സാ പിഴവ് തുടർച്ചയായി സംഭവിക്കുന്നുണ്ടെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ആശുപത്രിയിൽ വരുന്ന രോഗികളെ എങ്ങനെയെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ച് ഇവിടെ സുഖിച്ചിരിക്കാമെന്നാണ് ചില ഡോക്ടർമാരുടെ ധാരണ. ചെറിയ മുറിവ് പറ്റി വന്നാലും ചികിത്സ നിഷേധിക്കുന്ന മനോഭാവമാണുള്ളത്. രോഗികളെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കാൻ ഏജന്റ് പണി ചെയ്യുന്ന ജീവനക്കാരും ആശുപത്രിയിലുണ്ടെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. താലൂക്ക് ആശുപത്രിയിലെ കിടത്തി ചികിത്സ ഗണ്യമായി കുറഞ്ഞു. വരാന്തയിൽ ഉൾപ്പെടെ രോഗികൾ കിടന്നിരുന്ന അവസ്ഥ പണ്ട് ആശുപത്രിയിലുണ്ടായിരുന്നു. 173 കിടക്കകളുള്ള ആശുപത്രിയിൽ തിങ്കളാഴ്ചത്തെ കണക്കിൽ 30-ൽ താഴെയാണ് IP. സൗകര്യക്കുറവോ മരുന്നോ ഡോക്ടർമാരോ ഇല്ലാഞ്ഞിട്ടല്ല, ഡോക്ടർമാർക്ക് കിടത്തി ചികിത്സയിൽ താൽപ്പര്യമില്ല. അവർക്ക് OP കഴിഞ്ഞാൽ വേഗം വീട്ടിലെത്തണം. ആശുപത്രിയെ നശിപ്പിച്ചേ അടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തീരുമാനിച്ചിരിക്കുകയാണെന്ന് യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ K. രാജേഷ് കുറ്റപ്പെടുത്തി. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ രൂപത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക. ആ വാർത്തകൾക്ക് അടിസ്ഥാനം ഒരു പൂച്ച മാന്തിയതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ വിവരം, അതുമായി ബന്ധപ്പെട്ട കാര്യം രേഖാമൂലം ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയും എന്ന് വിചാരിക്കാം. മറ്റൊന്ന്, ഈ താലൂക്ക് ആശുപത്രിയിലേക്ക് വരുന്നവരെ സ്വകാര്യ ആശുപത്രികളിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് പറഞ്ഞേക്കാൻ ഏജന്റ് പണി എടുക്കുന്ന ആളുകളോടുണ്ട്. അത് സൂപ്രണ്ടിന്റെ അറിവോട് കൂടിയിട്ടാണ്. ഒരു ചെറിയ മുറിവ് പറ്റി 19-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഷാനവാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ വന്നപ്പോൾ ആ മുറിവൊന്ന് നോക്കുന്നതിന് പകരം വെള്ളുവനാട്ടേക്ക് പോയിക്കോ, PK ദാസിലേക്ക് പോയിക്കോ എന്ന് പറയാൻ ഇവിടെ സൂപ്രണ്ടിന്റെ ആവശ്യമില്ല, അവിടുത്തെ ജീവനക്കാരുടെ ആവശ്യമില്ല. ഈ രീതി അനുവദിക്കാനാകില്ലെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. ജോലി ചെയ്യാൻ പറ്റാത്തവർ വീട്ടിലിരിക്കണം. രോഗികളെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനാണ് ആശുപത്രിയിലേക്ക് വരുന്നതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ ചോദിച്ചു. രോഗികളെ മടക്കി അയക്കുന്നത് പോലെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്ന മൃതദേഹങ്ങളും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയാണ്. ചില ഡോക്ടർമാർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ താൽപ്പര്യമില്ല. ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം തന്നെ ചെയ്യുന്നില്ലെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു. രാവിലെ 11 മണി കഴിഞ്ഞാൽ OP ടിക്കറ്റ് നിർത്തുന്ന പ്രവണതയാണ് ആശുപത്രിയിലുള്ളത്. ഇത് അവസാനിപ്പിക്കണം. ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കണം. 8 മണിക്കാണ് OP തുടങ്ങേണ്ടത്. എന്നാൽ മിക്ക ഡോക്ടർമാരും നേരം വൈകിയാണ് എത്തുന്നത്. കൃത്യസമയത്ത് OP നിർത്തുന്നുമുണ്ട്. പിരിച്ചുവിട്ട 5 താൽക്കാലിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ കഴിഞ്ഞ HMCയിൽ തിരിച്ചെടുക്കാൻ തീരുമാനമായതാണ്. ഇത് നടപ്പാക്കിയിട്ടില്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് മികച്ച ചികിത്സ ലഭിക്കണം. ഇതിന് തടസ്സം നിൽക്കുന്ന ആർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ HMC തയ്യാറാകുമെന്ന് യോഗത്തിൽ K. പ്രേംകുമാർ MLA പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിൽ ഒരു കുഴപ്പമുണ്ടാക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ വരുന്ന ഡോക്ടർമാർ മനുഷ്യരാണ്. അവരുടെ മാനസികാവസ്ഥയും അവരുടെ കൂടി സഹകരണവും പിന്തുണയൊക്കെ ആശുപത്രിക്കും പ്രദേശത്തെ ജനങ്ങൾക്കും വരുന്ന രോഗികൾക്കും ഒക്കെ കിട്ടേണ്ടതാണ്. ഒരു സേവന മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആശുപത്രി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്ന സ്ഥാപനമാണ്. അത്തരം ഒരു സ്ഥാപനത്തിൽ പുലർത്തേണ്ട ഒരു സമവായത്തിന്റെ സാമൂഹ്യ നീതിയുടെ ഒരു അന്തരീക്ഷം ഇവിടെ വരുന്ന ഡോക്ടർമാർക്കും ആ ഡോക്ടർമാരെ നിയന്ത്രിക്കുന്ന സൂപ്രണ്ടിനും ഈ HMCയുടെ ഭാഗമായിട്ടൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടതാണ്. അങ്ങനെയാണ് ആ കാര്യങ്ങളെ സമവായത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകാനാണ് നമ്മളെല്ലാം അവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. OP ടിക്കറ്റ് ഒരു നിശ്ചിത ശതമാനമായാൽ നിർത്തുന്ന പ്രവണതയുണ്ട്. ഇതിൽ നിന്ന് മാറ്റം വരുത്തി എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കണമെന്നും MLA അറിയിച്ചു. താലൂക്ക് ആശുപത്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും യോഗം വിളിക്കാൻ തീരുമാനമായി. 1 വർഷമായി മുടങ്ങിക്കിടക്കുന്ന തിമിര ശസ്ത്രക്രിയ നടത്താൻ ആത്മവിശ്വാസമില്ലാത്ത ഡോക്ടറോട് വിശദീകരണം തേടാനും ആവശ്യമെങ്കിൽ അവരെ മാറ്റാനും യോഗം തീരുമാനിച്ചു. ആശുപത്രിയിലെ ഭക്ഷണശാല 15,000 രൂപ മാസവാടകയും 2 മാസത്തെ തുക അഡ്വാൻസും വാങ്ങി നടത്തുന്നതിന് ടെൻഡർ ക്ഷണിക്കാനും തീരുമാനമായി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷത വഹിച്ചു. MLA K. പ്രേംകുമാർ, വൈസ് ചെയർമാൻ K. രാജേഷ് എന്നിവർക്ക് പുറമെ സ്ഥിരം സമിതി അധ്യക്ഷ T. ലത, സൂപ്രണ്ട് ഡോക്ടർ അഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൈങ്കുളം ലെവൽ ക്രോസ് അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ അടച്ചിടും. രാവിലെ 4 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഈ സമയം വാഹനങ്ങൾ വെട്ടിക്കാട്ടിരി അത്തിക്കപ്പറമ്പ് വഴി ചേലക്കരയ്ക്കും പാഞ്ഞാൾ വാഴക്കോട് റോഡ് വഴി തിരിഞ്ഞു പോകണമെന്ന് ഷൊർണൂർ റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. ചെറുതുരുത്തി പള്ളം പള്ളിക്കൽ കനാൽ റോഡിന്റെ ശോച്യാവസ്ഥയിൽ വാഴനട്ട പ്രതിഷേധവുമായി UDF. പ്രതിഷേധ സമരം വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് CA അർഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ സമരത്തിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KY അഫ്സൽ അധ്യക്ഷനായി. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സൈദലവി, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കൗൺസിലർ AA അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് പള്ളിക്കൽ യൂണിറ്റ് സെക്രട്ടറി KM മുഹമ്മദ് അബ്ബാസ്, മുസ്ലിം യൂത്ത് ലീഗ് യൂണിറ്റ് പ്രസിഡന്റ് PM ഫൈസൽ ബാവ, MSF നിയോജകമണ്ഡലം സെക്രട്ടറി AA ഷിബിൽ, MSF വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ട്രഷറർ K മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. 1-12 വാർഡുകൾ ഉൾപ്പെടുന്ന പള്ളിക്കൽ പ്രദേശത്ത് ഈ കനാൽ റോഡിൻ്റെ ദുരവസ്ഥ കുറേ കാലമായി നിലനിൽക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെ ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് UDF പള്ളിക്കലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പ്രതീകാത്മകമായി വാഴ വെച്ച് പ്രതിഷേധിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ഈ വഴികളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലും കാൽനടയായിട്ടുമൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ദുരിതയാത്രയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. MSF യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഷിബിൻ സ്വാഗതവും
നബീൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ പി.എൻ. പണിക്കരുടെ പേരിലുള്ള ഈ വർഷത്തെ പുരസ്കാരം കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഇയ്യങ്കോട് ശ്രീധരന് സമ്മാനിക്കുമെന്ന് ലൈബ്രറി കൌൺസിൽ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും വെങ്കല ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജില്ലാ പഞ്ചായത്തിലെ MES സ്മാരക ഹാളിൽ ഈ മാസം 5 വൈകിട്ട് 4 പുരസ്കാര സമർപ്പണം നടക്കും. കവി പിക്കൊപ്പം പ്രവർത്തിച്ച ഇയ്യങ്കോട് നിരവധി കൃതികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നൽകുന്ന പുരസ്കാരം മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി ഇയ്യങ്കോടിന് സമർപ്പിക്കും. 1 ലക്ഷം രൂപയും വെങ്കല ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാക്കളായ ബീന ചന്ദ്രനെയും ഫാസിൽ റസാഖിനെയും വേദിയിൽ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. എല്ലാ വർഷവും ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകൻ P.N. പണിക്കർ പുരസ്കാരം നൽകി വരുന്നുണ്ട്. ഈ വർഷം P.N. പണിക്കർ പുരസ്കാരത്തിന് അർഹത നേടിയിട്ടുള്ളത് പാലക്കാട്ടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ഇയ്യങ്കോട് ശ്രീധരൻ മാഷാണ്. ഇയ്യങ്കോട് ശ്രീധരൻ മാഷക്ക് P.N. പണിക്കർ പുരസ്കാരം നൽകുന്ന ചടങ്ങ് സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ വൈകുന്നേരം 4 മണിക്ക് ജില്ലാ പഞ്ചായത്ത് EMS സ്മാരക ഹാളിൽ വെച്ചിട്ടാണ്. ഈ സന്തോഷം ചെറുതല്ല. അധ്യാപക ദിനത്തിൽ കേരളത്തിലെ ഒരു നല്ല അധ്യാപകനായിരുന്ന P.N. പണിക്കർ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം നല്ല ഒരു അധ്യാപകനായിരുന്ന ഇയ്യങ്കോട് ശ്രീധരൻ മാഷക്ക് ലഭിക്കുകയാണ്. അതിൽ പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിനും ഏറെ സന്തോഷമുണ്ട്. ജില്ലയിലെ ഗ്രന്ഥശാല പ്രവർത്തകരും വായനക്കാരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ഒത്തുകൂടുന്ന ഒരു വലിയ ചടങ്ങായിട്ട് സെപ്റ്റംബർ 5 വൈകുന്നേരം ഈ പുരസ്കാര വിതരണം നടത്തും. ആ പുരസ്കാര വിതരണത്തിൻ്റെ ആ ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ VK ജയപ്രകാശ്, സെക്രട്ടറി P.N. മോഹനൻ, VK ജയപ്രകാശ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ADGP അജിത് കുമാർ 2ാം ശിവശങ്കരൻ എന്ന BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കേരളത്തിൽ ഭരണം നിയന്ത്രിക്കുന്നത് ആരാണെന്നറിയാൻ പൊതുസമൂഹത്തിന് താൽപര്യമുണ്ട്. മുഖ്യമന്ത്രി 5-അംഗ കള്ളക്കടത്തു സംഘത്തിന്റെ തലവനെന്നും ADGPക്കെതിരായ പരാതി CBI അന്വേഷിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ. അനങ്ങൻമലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ രാപ്പകൽ സത്യാഗ്രഹ സമരം. വരോട് 4-ാം മൈലിലെ ഡാർക്ക് സ്റ്റോൺ ക്വാറി അടച്ചുപൂട്ടണം. സമരസമിതിക്ക് നേതൃത്വം നൽകുന്നത് CPIM വരോട് അനങ്ങനടി ലോക്കൽ കമ്മിറ്റികൾ. അമ്പലപ്പാറയിൽ ദുർഭരണം ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. ഭരണപക്ഷത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതവും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ NGO യൂണിയന്റെ മാർച്ചും ധർണയും. കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തണം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും NGO. രാജ്യത്തെ തകർക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണെന്ന് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സുനിൽകുമാർ. ഒറ്റപ്പാലം താലൂക്ക് സർക്കാർ ആശുപത്രിയെ നശിപ്പിക്കാൻ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്ന് HMC യോഗത്തിൽ വിമർശനം. ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല. ചികിത്സാ പിഴവ് സംബന്ധിച്ച പരാതികൾ വ്യാപകമെന്നും സൂപ്രണ്ടും സംഘവും സ്വകാര്യ ആശുപത്രികളുടെ ഏജന്റുമാരെ പോലെ പ്രവർത്തിക്കുകയാണെന്നും ആക്ഷേപം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.